Namaste. Booking name, sir? Vaishak. Vaisak. പീസ്ഫുൾ സ്ഥലം എവിടെയല്ല അല്ലെ. നമ്മളിപ്പം സിറ്റിന്നൊക്കെ വിട്ട് ഒരുപാട് ദൂരമാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൽക്കഹോളിക്. സോ നമ്മൾ ഇന്നൊരു യാത്രയിലാണ്, ഒരു സ്റ്റേക്കേഷന് വന്നതാണ് ഞാനും വൈഷും. മടിക്കേരി, കൂർഗില്. അങ്ങനെ ഞങ്ങൾ എത്തി. രാവിലെ 6 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 7 മണിക്കാണ് ചെറുതായിട്ടും ഇറങ്ങിപ്പോയി. പക്ഷേ അപ്പോൾ നമ്മളുള്ളത് മേരിയന്ത റിസോർട്ട് ആൻഡ് സ്പാ മടിക്കേരിയാണ്. എനിക്കൊരു ഐഡിയ ഉണ്ടായില്ല ഈ പരിപാടിനെ കുറിച്ച്. വൈഷു കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്ത് എനിക്ക് സർപ്രൈസ് തന്നതാണ് കേട്ടോ. ഞങ്ങൾ ചെറുതായിട്ടൊരു കുന്നൊക്കെ കയറിയിട്ടാണ് വന്നത് കേട്ടോ. ഈ കുന്ന് കയറേണ്ടി വന്നു. ഇവിടെയാണ് പാർക്കിംഗ്. നമ്മൾ റിസപ്ഷനിലേക്ക് പോവാണ്, ചെക്ക് ഇൻ ചെയ്യാം. അയ്യോ, ഇയാളോട് പോയാ വൈഷുവിന്റെ കണ്ടുപിടുത്താണ്. എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല വരണ കാര്യം. ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അടുത്ത് പ്രോപ്പർട്ടി ഏതാന്ന് പറഞ്ഞില്ല, എവിടേക്കാണ് വരണേന്ന് അറിയില്ല. ഞാൻ ഇവിടെ എത്തിയപ്പോഴാണ് ലിറ്ററലി പറഞ്ഞത് എവിടേക്കാണ് വരണേ, എന്താണ് സംഭവം എന്നുള്ളത്. ബട്ട് സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദ വീക്കെൻഡ്. മൺഡേ ഓപ്ഷണൽ ഹോളിഡേ ആണ്. ഐ മീൻ മൺഡേ മകര സംക്രാന്തിയാണ്, അതുകൊണ്ട് നമുക്ക് ഹോളിഡേ ആണ്. അപ്പോൾ മൺഡേ ലീവും കൂടി എടുത്ത് നമ്മൾ 2-3 ദിവസം സ്റ്റേ ചെയ്തിട്ടാണ് പോകുന്നത്. ഹായ്, താങ്ക് യു. So this is basically known as Chukku coffee. Chukku coffee. Okay. Kodava language. During monsoon and winter, we use this coffee. So it's right. basically from our resort, our estate coffee. So it's a black coffee with black jaggery and chukku, which is ginger, dry Right. ginger. Thank you. ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോഴത്തേക്കും വ്യൂ ആൻഡ് ഹോസ്പിറ്റാലിറ്റി ആണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ ഭയങ്കര വെൽക്കമിങ് ആയിട്ട് ഫീൽ ചെയ്തു. എല്ലാ ആൾക്കാരും ഭയങ്കര നല്ല സ്മൈലോടെ ഞങ്ങളെ ഹാപ്പി ആയിട്ട് വെൽക്കം ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഇറ്റ് വാസ് എ വെരി ഗുഡ് ഫീലിംഗ്. 2 ഗെയിംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ചെസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ക്യാരംസ് ഉണ്ട്, ബുക്സ് വെച്ചിട്ടുണ്ട് വായിക്കാൻ. ഇതാണ് റെസ്റ്റോറൻറ്റ്. പുള്ളിക്കാരി നമ്മളെ റൂമിലേക്ക് കൊണ്ടുപോവാണ്. സോ 9 കോട്ടേജസ് ആണ് ഇവിടെ ടോട്ടലുള്ളത്. പുറത്തും ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. വെൽക്കം ടു അവർ റൂം ടൂർ. സോ ഇതാണ് നമ്മളുടെ ഇവിടുത്തെ റൂം. നമ്മുടെ ലഗേജൊക്കെ ഇവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ടൊരു വാർഡ്രോബ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് സ്പേസ് ഉണ്ട്, ബേസിക് സാധനങ്ങളൊക്കെ. ഹലോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വാഷ്റൂം ഉണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. സ്റ്റോണിലുള്ള നല്ല ഭംഗിയായിട്ടത്. ആൻഡ് പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്, വെരി നൈസ്. എന്താ ത്രെഡ് വർക്ക് ആകുന്നുണ്ട്, ഉള്ളിൽ ത്രെഡുകളാകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടത് ഇതാണ് നമ്മളുടെ മിനി സ്റ്റേഷൻ, കോഫി സ്റ്റേഷൻ. ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ആർ ബെഡ്റൂം. ഇവിടെ 2 ബെഡ് സൈഡ് ലാംപ്സ് വെച്ചിട്ടുണ്ട്, ബെഡ്, പിന്നെ ഒരു പെയിൻറ്റിങ്ങും ഭയങ്കര ബ്യൂട്ടിഫുൾ, ഒരു നല്ല ഭംഗിയുള്ള ഫോട്ടോ ഉണ്ട്. ഇവിടുത്തെ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. നോക്കി നോക്കാം ഈ ബ്രിഡ്ജ് ഇവിടെ എങ്ങാനും കാണുന്നുണ്ടോയെന്ന്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട്, ഉള്ളിൽ ചെസ് ഉണ്ട്, ആൻഡ് ഇവിടെ ഒരു ഡെസ്ക് ഉണ്ട്. ആൻഡ് നമ്മളിത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു മാക്കാച്ചി ഇരിക്കുന്നുണ്ട് സെൻ മോഡിൽ. ഓൾറെഡി സെൻ ആയോ നീ? അതാണ് നമ്മളുടെ ഇവിടുത്തെ വ്യൂ.
ഒന്നും കേൾക്കാനില്ല കേട്ടോ. കാറ്റിൻ്റെ ഒച്ച, പിന്നെ വേറെ ഒന്നും കേൾക്കാനില്ല. കാറ്റിൻ്റെ ഒച്ച, പിന്നെ ചില പക്ഷികളുടെയൊക്കെ സൗണ്ട്, അത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവുകയാണ്. സോ ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ലഞ്ചാണ്. സോ കൂർഗി സ്റ്റൈൽ സ്പെഷ്യൽ ലഞ്ച്. അപ്പോൾ അത് കഴിക്കാൻ പോവുകയാണ്. നമ്മൾ ഉച്ചയ്ക്ക് 12 ആയി എത്താൻ. അപ്പോൾ ഒന്ന് സെറ്റിൽ ചെയ്തു റൂമിൽ. ഇപ്പോൾ 12:54 ആയിട്ടുണ്ട്. സോ നമ്മളിപ്പോൾ ഡയറ്റിലായത് കാരണം ഏർലി ലഞ്ച് വേണം. സോ ഞാൻ 12 ആകുമ്പോഴാണ് ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുക. ഞാൻ കുറച്ച് നട്ട്സൊക്കെ കഴിച്ചു. നല്ല വിഷമം 11:30 ആയപ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ലഞ്ചിന് പോവുകയാണ്. സോ ഈ ഒരു എസ്റ്റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കോഫി പ്ലാന്റേഷനാണ്. എത്ര കുഞ്ഞ് 42 ഏക്കേഴ്സോ? 42 ഏക്കേഴ്സാണ് പറഞ്ഞത് ഈ കംപ്ലീറ്റ് പ്രോപ്പർട്ടി. പക്ഷേ ഈ പ്രോപ്പർട്ടി ഉള്ളതാ റിസോർട്ട് 5.5 ഏക്കേഴ്സാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. 9 കോട്ടേജസ് ആണുള്ളത്. ഒരു കിങ് സ്വീറ്റ്, ഒരു ക്വീൻ സ്വീറ്റ്, പിന്നെ ബാക്കിയെല്ലാം പ്ലാന്റേഷൻ കോട്ടേജസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് ഒരു കോട്ടേജ് ഉള്ളത് കാണാൻ. ഞാൻ നേരത്തെ ടൂർ കാണിച്ചിരുന്നില്ലേ, റൂം ടൂർ, എൻ്റെ ബാക്കിൽ കാണുന്നില്ലേ, അതാണ് ഒരു കോട്ടേജ്. സോ ഇവിടെ വൈൽഡ് ആനിമൽസിനെ ഒന്നും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അവർ ആദ്യമേ പറഞ്ഞു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പുറത്ത് മതി. സോ നമ്മൾ പിന്നെ എന്താണ് ഇവിടെ അയാൾ പറഞ്ഞത്, ഇവിടെ കോഫി ബ്ലൂംസ് ഓൾറെഡി തുടങ്ങിയെന്ന്. അത് അൺടൈംലി ആണ്. ബിക്കോസ് ഇപ്പോഴല്ല കോഫി ബ്ലൂംസ് ഉള്ളത്. ഇങ്ങനെ ബ്ലൂം ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയറിൻ്റെ വിളവെടുപ്പ് മോശമായിരിക്കും എന്നാണ് അർത്ഥം. കാരണം നെക്സ്റ്റ് മൺസൂൺ വന്നിട്ട് കോഫി ബ്ലൂംസ് മുഴുവൻ നശിയും. അപ്പോൾ ഇവർക്ക് അത്ര നല്ലതല്ല അത്. പക്ഷെ നമുക്ക് ആസ് എ ടൂറിസ്റ്റ് കാണാൻ പറ്റും. 4:30 ഇവരൊരു നേച്ചർ വാക്ക് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു സ്ഥലത്ത് പോയി ഇരിക്കാം. നമുക്ക് ബേർഡ്സിനെയൊക്കെ വാച്ച് ചെയ്യാൻ, ബേർഡ് വാച്ചിങ് ഒക്കെ ഇങ്കിക്കും ചേട്ടനൊക്കെ അടിപൊളിയായിരിക്കും. പിന്നെ നാളെ രാവിലെ ഉണ്ട് നേച്ചർ വാക്ക്. ഒരു 7:30 ആകുമ്പോഴത്തേക്കും നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയി അവർ സംഭവം കോഫി ബ്ലൂംസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരും. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി. സോ നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ഇത് ലഞ്ച് സെറ്റപ്പ് വൈഷു അവിടെ ഇരിപ്പുണ്ട്. ഇതാണ് പുറത്തെ ലഞ്ച് സെറ്റപ്പ്. സോ നമുക്ക് ലഞ്ച് കഴിച്ചിട്ട് ബാക്കി. എനിക്ക് തോന്നുന്നു ഇപ്പോൾ പ്രോപ്പർട്ടിയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന്, വേറെ ആരും ലഞ്ചിനൊന്നും കാണുന്നില്ല. അല്ല വൈഷു? സർപ്രൈസ് തന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ലേ നീ? ഇത് പ്ലാൻ ചെയ്തോ കുറച്ച് നാളായിട്ട്? അല്ലെങ്കിൽ 10 നീ എയർപോർട്ടിലിരിക്കുമ്പോ ബോംബെ ആര് പ്രദീപ് പറഞ്ഞോ? അപ്പൊ തന്നെ എന്നെ വിളിച്ച് ചോദിച്ചു നിനക്ക് മൺഡേ ലീവാണോ? അപ്പൊ ഞാൻ പറഞ്ഞു ഓപ്ഷൻ ഹോളിഡേ ആണ്, വേണമെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എന്നാ പിന്നെ ലീവ് അപ്ലൈ ചെയ്തോന്ന് പറഞ്ഞു. നമ്മളൊരു സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഞാൻ പെട്ടി പാക്ക് ചെയ്തു. എനിക്ക് പിന്നെ എവിടേക്കെങ്കിലും പോകണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ എന്താണ് എങ്ങനെയാണ് ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടി പാക്ക് ചെയ്ത് ഓക്കെ റെഡി ടു ഗോ. സാറ്റർഡേ രാവിലെ, അത് ഇന്ന് രാവിലെ 6 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. ഓക്കെ പെർഫെക്റ്റ്. എനിക്ക് വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്കറിയാം സ്റ്റേക്കേഷൻ ആയിരിക്കും. കൂടുതൽ ദൂരമൊന്നും പോവില്ല. ഒന്നെങ്കിൽ മൈസൂർ, മടിക്കേരി, അതായത് കൂർഗ് എവിടെയെങ്കിലും. പിന്നെ എവിടെയായിരുന്നു എൻ്റെ ഓപ്ഷൻ? വയനാടായിരുന്നു എൻ്റെ ഓപ്ഷൻസ്, എൻ്റെ ഗെസ്സസ്. മഹേഷ് പറഞ്ഞു ഒന്നും പറയില്ല, ലെറ്റ്സ് ഗോ ആൻഡ് സീ. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വെക്കേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് നല്ല എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഐ ഓൾവേസ് ട്രസ്റ്റ് പുള്ളിയുടെ ബുക്കിങ്സ്. അത് ഗോഷ്ടി കാണിക്കുന്നുണ്ട്. എവിടെ നാട്ടെ ഒന്ന് കാണിക്കുന്നത്? നമ്മളുടെ ഫസ്റ്റ് ഡിഷായിട്ടുള്ള എന്താണിത്? ദാൽ ധനിയ ഷോർബ ആണ് വന്നത്. സോ ഇതല്ല, ഇതാണ് സൂപ്പ് സ്പൂൺ. ബോൺ ആപ്പറ്റീറ്റ്. ഇത്തിരി നല്ല രീതിക്ക് പുളിയുണ്ട്. ഞാനൊരു സൈഡാക്കും. നമ്മുടെ നെക്സ്റ്റ് ഡിഷായിട്ടുള്ള എന്താണിത്? ചിക്കൻ പെപ്പർ ഡ്രൈ. അത് ട്രൈ ചെയ്യാം. ആൻഡ് കുറേ സാലഡ്സും വന്നിട്ടുണ്ട് അവർ. സോ കുഞ്ഞു വെജിറ്റബിൾസ് കഴിക്കണം കേട്ടോ.
അതേമാതിരി വേറെ ഒരു ഫ്ലേവർ. നമ്മൾ കബനി പോയത് ഓർമ്മയുണ്ടോ? കബനിയിൽ പോയിട്ട് അവരവിടെ തന്നെ വളർത്തുന്ന പ്ലാന്റ്സും എല്ലാം കൊണ്ടിട്ടും താലി അന്ന് കഴിച്ച ഓർമ്മയുണ്ടോ? നല്ലതായിരുന്നു അത്. ഞങ്ങൾ കല്യാണത്തിന് മുന്നേ കട്ടുപോയ ഒരു ഒരു ട്രിപ്പായിരുന്നു കബനി വിത്ത് അനദർ കപ്പിൾ. അതും കിലോ ട്രിപ്പായിരുന്നു. സോ ഇന്നത്തെ സെറ്റ് മെനു ആണ്. അതിൽ കൂർഗി താലിയാണ്. സോ അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. സോ ഇത് പാർക്ക്, ഇത് പൊരിയൽ, ബീൻസ് പൊരിയൽ, റൈസ് ബോൾസ് ആണിത്. പിന്നെ ഇത് കേർഡ് ഉണ്ട്, പിന്നെ ഒരു പിക്കിളുണ്ട്, അത് ബീട്രൂട്ട് പച്ചടിയാണ്, ഇത് ദാല. പിന്നെ അവിടെ കുഞ്ഞി റോട്ടിയുണ്ട്. റൈസ് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണോ ഞാൻ ചോദിച്ചത്. പാപ്പടുണ്ട്. പിന്നെ ഞാൻ വാട്ടർ ബോട്ടിൽ ഒന്നിപ്പോൾ പ്ലീസ്. സോ ദിസ് ഇസ് ദ ഹോൾ സെറ്റ് മെനു വിത്ത് ഇതും നമ്മുടെ സ്റ്റാർട്ടറും ഉണ്ട്, സൂപ്പും ഉണ്ട്. സോ ഇതാണ്, ഇത് 2 പേർക്ക് കഴിക്കാൻ സഫിഷ്യൻ്റ് ആണ്. സോ ഞങ്ങൾ ഒരു സെറ്റ് മെനു പറഞ്ഞിട്ടുള്ളൂ. സോ ഇത് ഒരാളെടുത്തിട്ട് പോകണം. കഴിച്ചും തുടങ്ങി. ഏതാ തള്ളപ്പയ്യേ? എനിക്ക് ഇച്ചിരി വിളമ്പി തരുമോ? ഇത് പുട്ട് പോലെയാ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് റൈസ് ബോൾസ് വെച്ച് വാങ്ങാം. ചിക്കൻ കറി ഒന്ന് പാസ് ചെയ്യുമോ പ്ലീസ്? ഞാൻ നല്ല മുകളിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് പോർക്ക്, സോ നെക്സ്റ്റ് ഒരു പോർഷൻ റൈസും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. നല്ല ചൂട് കേട്ടോ, നല്ല ചൂടുണ്ട്. ഗസ്റ്റുകളൊക്കെ വരുന്നു വേറെ. എനിക്ക് ശരിക്കും പുട്ടും ചിക്കൻ കറിയും കഴിക്കാൻ തോന്നുന്നത്. സൂപ്പ് ഒന്ന് പാടിയെങ്കിലും ബാക്കി ഇതുവരെ ടേസ്റ്റ് ചെയ്താൽ ഫീൽഡായിട്ട് അല്ലേ? പക്ഷേ യു നോ ഹൂ ഷുഡ് വിസിറ്റ് ദിസ് പ്ലേസ്? എനിക്ക് തോന്നുന്നു പ്രദീപിന് ഇത് ബെസ്റ്റ് ആയിരിക്കുന്നു. പ്രദീപ് വുഡ് ലവ് ദിസ് പ്ലേസ്. ഈവൻ ഭാരതി, 2 പേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ ഒരു ഇതാണ് നമ്മുടെ ഡെസേർട്ട്. എന്താണ് പറഞ്ഞത്? ഉപ്പട്ടു ആണോ? ഒബട്ടു. ഇത് ജാഗ്രയാണ്. ഐ തിങ്ക് ഇറ്റ്സ് ഹെൽത്തി. ബേസിക്കലി നമ്മുടെ ഇതില്ലേ, നമ്മുടെ എന്താണ് ഇലയടേൻ്റെ പോലെ ഒരു വേർഷൻ. നല്ല നെയ്യുണ്ട്, ശർക്കരയുണ്ട്, തേങ്ങയുണ്ട്. ഞാൻ കുഞ്ഞു പിസ്സ കേട്ടോ നമ്മൾ കഴിക്കാണ്ട് വിട്ടത്. സോ ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതേ റൂമിലേക്ക് തിരിച്ച് പോവുകയാണ്. നല്ല കാറ്റുണ്ട്, നല്ല ഇനി ബാൽക്കണിയിൽ പോയി കുറച്ച് നേരം ഇരിക്കാം, കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 4:30 ആകുമ്പോഴത്തേക്കും നമ്മൾ ഇവിടുന്ന് ഒരു റിവറിലേക്ക് പോകുന്ന വാക്കുണ്ട്, പിന്നെ ഒരു പ്ലാന്റേഷൻ വാക്കും ഉണ്ട്. സോ അതിന് പോകണം നമുക്ക് വൈകിട്ട്. അപ്പോൾ അതിന് മുന്നേ ലെറ്റ്സ് ഗെറ്റ് ഇൻ സം സ്ലീപ്പ്, സം റെസ്റ്റ് ടൈം. സോ
ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ എന്നെ ഓർമ്മിപ്പിക്കണം, ഡ്രസ്സ് എടുക്കരുത്, മര്യാദയ്ക്കുള്ള ജോഗേഴ്സും ടീഷർട്ട്സും എടുക്കാൻ. ഞാൻ ഡ്രസ്സസ് അല്ലേ എടുത്തത്, 2 കാരണം അതുകൊണ്ട് ഒരു കാര്യമില്ല. ഇവിടെ പ്രോപ്പർ ഈ വാക്കിങ്, നേച്ചർ വാക്ക് അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാവുക. സോ ദിസ് ഇസ് ഓൾവേസ് ബെറ്റർ. ഏത് ജോഗേഴ്സും കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും ബെറ്റർ. ഓർക്കുക ഗൈസ്, ടിപ്പ്. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളൊരു ഷോർട്ട് ബ്രേക്ക് കിടന്നുറങ്ങി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് പിന്നെ റെഡി ആയിട്ട് നമ്മളിത് പ്ലാന്റേഷൻ വാക്കിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നമുക്ക് പിന്നെന്തുവാ, എന്നാൽ റിവർ വാക്കിന്, റിവർ കാണിക്കാൻ കൊണ്ടുപോകുന്ന വാക്ക്. അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ പ്ലാന്റേഷൻ ഓപ്പോസിറ്റ് ഉണ്ട്, അവരുടെ തന്നെ പ്ലാന്റേഷനാണ് റിവറിന് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും വേണമെങ്കിൽ വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. സോ അതിനാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് 5 minutes ആണ് റിവറിലേക്കുള്ള നടത്തം. അപ്പോൾ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പുള്ളിയാണ് നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നത്, റിവറിലേക്ക് കൊണ്ടുപോകുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ കാണുന്ന മൊത്തം കോഫിയാണ്. ഇത് കോഫി പ്ലാന്റേഷനാണ്. സോ ലെറ്റ്സ് കീപ് വാക്കിംഗ്. സ്മോൾ പ്ലാന്റ് ആയിരിക്കും വരിക. ഓ ഓക്കെ. 2 types of coffee അല്ലേ? ഇതും അറബിക്കും റോബസ്റ്റ. ഓക്കെ. റോബസ്റ്റ വലിയ പ്ലാന്റ് ആയിരിക്കും. ഓ, ഇതാണോ ഇതിന്റെ കായ്? ഇതാണ് കോഫി. ഓക്കെ. അതിൽ 2 ഇത് വരുന്നുണ്ട്. കോഫി ബീൻസ് 2 ടൈപ്പാണ് വരുന്നത്. അറബിക്ക് ഫുള്ള് പറിച്ച് കഴിഞ്ഞു. ഇനി റോബസ്റ്റ ആണ് പറിക്കാനുള്ളത്. ഇതാണല്ലേ നിറയെ ബ്ലൂം ആയിരിക്കണേ. പക്ഷെ ഇത് നല്ലതല്ലല്ലോ സീസൺ. ഇനി മൺസൂൺ വരുമ്പോഴത്തേക്ക് ഇതൊക്കെ പോവില്ലേ? ഇപ്പൊ ഈ ഫ്ലവർ ഇട്ടത് നെക്സ്റ്റ് ഇയറിലേക്കുള്ള കോഫിക്കുള്ള ഇതാണ് വന്നത്. അപ്പൊ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പൂവ് പോയി കഴിഞ്ഞാൽ 4 day ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കോഫി. ഇത് പിന്നെ ഓറഞ്ച് ട്രീ ആണ് വരുന്നത്. ഇതാ ഓറഞ്ച് ട്രീ. ശരി. ഇവിടെ സീസൺ ഇല്ല, മൺസൂണിലുണ്ട്, മഴക്കാലത്തൊക്കെ ഉണ്ടോ. 2 ടൈം പെപ്പർ. ഓറഞ്ച് ഉണ്ടായിട്ട് കിടക്കുന്നത്. അതാ ഓറഞ്ച്. നിറയെ കോഫി ബീൻസ്. ഇത് ഹാർവെസ്റ്റ് ചെയ്യും. 4 ദിവസത്തിൽ പൂ പോവും. അത് കഴിഞ്ഞിട്ട് അവർ ഹാർവെസ്റ്റിങ്. ഇത് അടുത്ത കൊല്ലത്തേക്കുള്ള ബ്ലൂം ആണെന്നല്ലേ പറഞ്ഞത്? അപ്പൊ 4 ദിവസത്തിൽ പൂ പോവും. ഇനി 4 day ഇതൊക്കെ ഡ്രൈ ആയി. അപ്പൊ അതൊക്കെ പറിക്കോ? കളർ മാറിയുണ്ടോ? ഇല്ല, അത് ഓട്ടോമാറ്റിക് പോയി. അല്ലേ? അപ്പൊ അത് കോഫി ബീൻസ് എപ്പോഴാ? ഈ പൂ പോയതിനു ശേഷം പറിക്കാൻ പറ്റുള്ളൂ. ശരി. ഓക്കെ. അല്ലെങ്കിൽ അതിന്റെ ഇതും കൂടി പോവും. നെക്സ്റ്റ് ഇയറിലേക്കുള്ള സീഡും കൂടി പോയി പോകും. ഇതാണ് കോഫി ബീൻ. ഇതിനുള്ളിൽ 2 ഉണ്ടാവും ബീൻസ്. ടേസ്റ്റ് ചെയ്ത കുറച്ച് സ്വീറ്റ് ആയിരിക്കും. അങ്ങനെയുണ്ട്. ചവർപ്പ് പോലെ അല്ലേ? അതിന്റെ ഉള്ളിൽ സ്വീറ്റ് ആയിരിക്കും. പൾപ്പ് സ്വീറ്റ് ആയിരിക്കും. ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും കിട്ടുന്നതിനേക്കാളും 50% ഹാർവെസ്റ്റ് കുറവാണ് കോഫിയുടെ. ബിക്കോസ് മഴ ഭയങ്കര കുറവായിരുന്നു. പക്ഷെ നിറയെ കോഫി കേട്ടോ ഇവിടെയൊക്കെ. സി, ഇത് അവക്കാഡോ ട്രീ ആണത്. ഇനിയുണ്ട് കുറച്ചുകൂടി നടക്കാൻ. നമ്മൾ വെള്ളത്തിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ബേർഡ്സിന് അല്ലേ? പാരറ്റ്സ്, പീകോക്സ്, വേറെ ഏതെങ്കിലും സ്പെഷ്യൽ? ഹോൺബില്ലിനെ കാണാൻ പറ്റൂല്ലേ? ഇതാണ് നമ്മളുടെ കുഞ്ഞിപ്പുഴ. ഇത് വാട്ടർഫാളിന്റെ വെള്ളമാണ്. എന്ത് വാട്ടർഫാൾ ആയിരുന്നു? കോട്ടെ അബി. ആ വാട്ടർഫാളിന്റെ വെള്ളമാണ് ഇങ്ങോട്ടേക്ക് വരണേ. അപ്പോൾ ഇപ്രാവശ്യം വെള്ളം കുറവായത് കൊണ്ട് ഇവിടെ വെള്ളം കുറവാണ്. ബട്ട് നൈസ്, നല്ല ക്ലിയർ വെള്ളമാണ്.
ഒരുപാട് വെള്ളം കയറുമോ? നല്ലോണം കയറും. ഈ ഏരിയയിൽ മഴക്കാലത്തൊക്കെയാണ് ഈ ഏരിയയിലൊക്കെ കയറും. ഓ നല്ല തണുപ്പുണ്ട്. വലിയ ക്ലിയർ, നമുക്ക് അടിയിൽ പെബിൾസ് ഒക്കെ ഉറപ്പിച്ച് കാണാം. അങ്ങോട്ടേക്ക് ഡെപ്ത് ഉണ്ടോ? ഡെപ്ത് ഒരുപാട് ഉണ്ടാവുമല്ലോ. അതൊന്ന് ചവിട്ടി എന്നിട്ട് മറ്റേ കാലം കൂടെ ഒന്ന് പുഷ് ചെയ്തു. അത് ആടാനല്ല, അതുകൊണ്ട് സൂക്ഷിച്ചിരുന്നില്ലെങ്കിൽ മറിയും. ഇതാണ് നമ്മളിരുന്ന് ഇനി ഇവിടെ ടീ കോഫി സെർവ് ചെയ്യും. അവിടെ ഊഞ്ഞാലൊക്കെ ആടി ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഇവിടെ വന്നിട്ട് ബിസ്ക്കറ്റ്സ്, കോഫി ആൻഡ് ടീ ആൻഡ് ദിസ് വ്യൂ. ആഹാ അങ്ങനെ ഒരു പ്ലാന്റേഷൻ വാക്ക് കഴിഞ്ഞ് ഞങ്ങൾ വന്നിരുന്ന് കുറച്ച് നേരം ചില്ല് ചെയ്തു ബാൽക്കണിയിൽ. വൈകിട്ടായിരുന്നു സമയം, ഒരു 5-5:15 സോ ഇതാണ് ഞങ്ങളുടെ വ്യൂ. ബാൽക്കണിയിലിരുന്ന് ചില്ല് ചെയ്യുമ്പോഴത്തേക്കും കിടിലം വൈബായിരുന്നു. ഓൾഡ് മലയാളം സോങ്സ്, നമ്മുടെ KS ചിത്ര, യേശുദാസ്, MG ശ്രീകുമാറൊക്കെ പാടിയ പഴയ പാട്ടുകളൊക്കെ കേട്ട് ചില്ല് ചെയ്തിരിക്കുമായിരുന്നു. ഒരാൾ ഭയങ്കര സെൻ ചിൽ മൂഡിൽ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് ഇച്ചിരി ഉറങ്ങി പോകാറാവുന്ന പോലെയായിരുന്നു കേട്ടോ. ഇറ്റ് വാസ് റിയലി നൈസ്. അപ്പോൾ അതേ നല്ലോണം ഇരട്ടിയിട്ടുണ്ട്. സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 7 മണിയായി. 7 മണിയായി, നല്ല ഇരുട്ടായി, പാതിരാത്രി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇപ്പോൾ പരിപാടികളൊന്നുമില്ല. ഞങ്ങൾ ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കണം, അത് കഴിഞ്ഞിട്ട് ഉറങ്ങും. സോ ഞാൻ ഇവിടെ വെച്ച് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. നാളെ നമ്മൾ കുറച്ച് പരിപാടികളുണ്ട്. നാളെ രാവിലെ നേച്ചർ വാക്കിന് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ വാട്ടർഫാൾസ് കാണാൻ പോകുന്നുണ്ട്. ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. നേരത്തെ ഞാൻ പേര് പറഞ്ഞിരുന്നല്ലോ, ഇപ്പം ഞാൻ മറന്നുപോയി. സോ ആ വാട്ടർഫാൾസ് കാണാൻ പോകണം. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. സോ അടുത്ത വ്ളോഗായിട്ട് കാണുന്നവരെ ബൈ.